വന്നേ. എന്ത് പറ്റി ചാണകത്തെ ചവിട്ടി പോലെ ഇരിക്കുന്നു? ഒന്നുമില്ല. വേണ്ട. അയ്യോ പോവല്ലേ, ഇങ്ങോട്ട് വാ. ഒന്നുമില്ലല്ലോ. അല്ല ഉണ്ട്. അതല്ലേ മലയാളത്തിൽ ചോദിച്ചത് എന്താന്ന് പറ. കുഞ്ഞമ്മയുടെ മോളില്ലേ കവിത, അവൾ എനിക്കൊരു സാരി എടുത്തു തന്നു കഴിഞ്ഞ ദിവസം. അപ്പൊ അതിന് എനിക്ക് ബ്ലൗസ് ഇല്ല നാത്തൂന്, മാച്ചിങ് ബ്ലൗസ് ഇല്ല. അപ്പൊ ഞാൻ ഏട്ടൻ ഓഫീസിലോട്ട് പോകാൻ ഇറങ്ങിയപ്പോ ഞാൻ പറഞ്ഞ് അതിന് ഒരു ബ്ലൗസ് എടുത്തിട്ട് വരുമോന്ന് ചോദിച്ചു, മാച്ചിങ്. ഉടനെ എന്തൊരു ചാടിക്കടിക്കുവാണ്. എന്റെ കയ്യിൽ പൈസ ഒന്നുമില്ല, ഇത് മാസം അവസാനമാണ്, നിന്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നീ പോയി മേടിച്ചോ. എന്തൊക്കെയാ കിടന്ന് പറയുന്നത്? മെറൂൺ സാരി എനിക്ക് എന്റെ മെറൂൺ ബ്ലൗസ്. എന്ത് കിട്ടിയാലും വേണം അല്ലേ? ഒരു സാധനം കൈകൊണ്ട് കൊടുക്കരുത് ഒരാൾക്കും. എന്റെ നാത്തൂന് എന്ത് രസമെന്നറിയാ സാരി കാണാൻ. ഞാനൊന്ന് ആശിച്ചിരിക്കും അതൊന്നും എടുത്തിട്ട് പോകാനായിട്ട്. വരുമാനമുള്ള സ്ത്രീകളെ ഇതൊക്കെ ആശിക്കാൻ പാടുള്ളൂ. നിന്റെ ഭർത്താവിനെ സംബന്ധിച്ച് നിനക്കൊട്ട് പൈസ തരയില്ല, നിന്റെ കയ്യിൽ 10 പൈസ ഇല്ലേം താനും. പിന്നെ എന്ത് കാര്യത്തിന് ഇതൊക്കെ ആശിക്കാൻ പോണ്? അല്ലെങ്കിൽ നാത്തിനൊരു കാര്യം ആലോചിക്കണം, എന്നെ ഏട്ടൻ പുറത്തോട്ട് വിടുവോ, ഒരു ജോലിക്ക് പോകാൻ സമ്മതിക്കുവോ? പിന്നെ ഞാൻ എന്ത് ജോലി അറിയാം? എനിക്ക് ജോലിയൊക്കെ കിട്ടും, പുറത്തോട്ടൊന്ന് പോയി അന്വേഷിച്ചാൽ ജോലി കുറെ കിട്ടും. നാത്തൂനുണ്ടല്ലോ ജോലി, തൊഴിലുറപ്പിന് പോകണ്ടല്ലോ, തയ്ക്കുന്നുണ്ടല്ലോ. അപ്പൊ എനിക്ക് ഏതെങ്കിലും ഒക്കെ ഓഫീസിൽ ഒന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ എനിക്കും ജോലി കിട്ടും. ഞാൻ പ്രീ ഡിഗ്രി ഒക്കെ വരെ പഠിച്ചതല്ലേ. അന്തരത്ത് സംശയം, പ്രീ ഡിഗ്രി വരെ പഠിച്ചിട്ടില്ലേ നീ? അത് മോളെ, അതായത് പുറത്ത് പോയില്ലെങ്കിലും നിനക്ക് വരുമാനമൊക്കെ ഉണ്ടാവും വീട്ടിലിരുന്നാലും. വീട്ടിലിരുന്ന് എങ്ങനെ വരുമാനം ഉണ്ടാവുന്നു? ഏട്ടൻ്റെ അടുത്ത് കൈ നീട്ടണം, പൊട്ട് മേടിക്കാൻ പൈസ താ, പുറത്ത് പോകാൻ താ, അവിടെ മേടിക്കാം, ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കണം. വേണ്ട, അങ്ങനെ ചോദിക്കണ്ട. ചോദിക്കാതെ നിനക്ക് വരുമാനം ഉണ്ടാവും. അതൊരു വിശ്വാസമാണ്, അതൊരു ഉറപ്പാ, ഉണ്ടാവും. എങ്ങനെ ഉണ്ടാവും? ഞാൻ പറഞ്ഞിട്ടെ പറ. ഇതാണ് വരുമാനം ഉണ്ടാവാനുള്ള വഴി. വായിക്കും. ഇത് പ്രാർത്ഥനയല്ലേ? ഇത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാ പൈസ കിട്ടുന്നത്? തന്നെ വേണ്ട. അല്ല നോക്കട്ടെ, അല്ല ഒരുപാട് പുച്ഛിക്കാനാണെങ്കിൽ വേണ്ട. പുച്ഛിച്ചതല്ല നാത്തൂനെ, ഒന്ന് നോക്കട്ടെ. ഇത് വായിച്ചു കഴിഞ്ഞാൽ എങ്ങനെ പൈസ കിട്ടാനാ? അത് വായിച്ചു കഴിഞ്ഞാലല്ല, ഇതൊരു പ്രാർത്ഥനയാണ്, സമ്മതിച്ചല്ലോ. ആ പ്രാർത്ഥനയ്ക്ക് ഒരു ശക്തിയുണ്ട്. എന്ത് ശക്തി? ഈ പ്രാർത്ഥന ഉദ്ദിഷ്ടകാര പ്രാർത്ഥനയാണിത്. ഈ പ്രാർത്ഥന 20 പേർക്ക് നമ്മൾ പ്രിന്റ് ചെയ്ത് നോട്ടീസായിട്ട് 20 പേരുടെ കയ്യിൽ കൊടുത്താൽ നമ്മുടെ നിലച്ചിരിക്കാത്ത സൗഭാഗ്യങ്ങൾ നമ്മളെ തേടി വരും. ഉണ്ട്, തെളിവുണ്ട്. കുടുംബശ്രീയുടെ മേരി ചേച്ചി ഒരു ഗതിയും പരഗതി ഇല്ലാതെ നടക്കായിരുന്നു. ഇപ്പോൾ 500 രൂപയ്ക്ക് ഏതാണ്ട് കടയിൽ നിന്ന് പാൻറ്റോ ഷോളോ എന്തോ മേടിച്ചതാണ്, തുണിക്കടയിൽ നിന്ന്. എന്താ സംഭവിച്ചത്? നറുക്കെടുത്തപ്പോ ഒരു ഹുണ്ടായി ഇയോൺ കാറ്. ആർക്ക്? ചേച്ചിക്ക്. മേരി ചേച്ചിക്കാ? പറഞ്ഞാരെങ്കിലും വിശ്വസിക്കോ? ഇത് 20 എണ്ണം പ്രിന്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിറ്റേ ദിവസം സംഭവിച്ച കാര്യം പറഞ്ഞത്. അതും പോട്ടെ, മേരി ചേച്ചിയുടെ അമ്മയുടെ ചേച്ചിയുടെ മോള് ചിട്ടി അടിച്ചേക്കണു. ആദ്യത്തെ നറുക്കിന് ചിട്ടി 50,000 രൂപയുടെ. ശരിയായിരിക്കും, പക്ഷെ നാത്തൂന് എന്താ പറയണത്? ഏട്ടാ സമ്മതിക്കോ ഇങ്ങനെ നമ്മള് പ്രിന്റ് എടുത്തിട്ട് ഓരോ വീട് തോറും കൊടുത്തു കഴിഞ്ഞാൽ വീട് തൊട്ട് ചോദിച്ചാലും ഏട്ടാ സമ്മതിക്കൊന്നുമില്ല? എനിക്കറിയാം. ഒരു കാര്യം ചോട്ടെ, നീ പോവല്ലേ? നാത്തൂനത് കൊടുക്കുന്നുണ്ടോ, പ്രിന്റ് ചെയ്യുന്നുണ്ടോ? ചെയ്യാതിരിക്കാ ചെയ്യാൻ നിനക്കെന്താ? ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പുല്ല് വല്ല തരില്ല. നിന്നോട് പറയാൻ വന്ന എന്നെ വേണം തല്ല. നിനക്ക് ബ്ലൗസും കിട്ടൂല, സാരിയും കിട്ടൂല. അതെ ലീറ്റോ, ഈ പ്രാർത്ഥനകൾക്കൊക്കെ ശക്തിയില്ലേ ലീറ്റോ? പ്രാർത്ഥനകൾക്കൊക്കെ ശക്തിയില്ലേ? അല്ല ഗ്ലീറ്റോ, നമ്മള് ഈ പത്രത്തിലൊക്കെ കാണൂല, ഇതിങ്ങനെ 10 പേർക്ക് അയച്ചിട്ടുണ്ടെങ്കിൽ കാര്യസാധ്യം ഉണ്ടാവും എന്നൊക്കെ. ഞാൻ മറ്റേ 8ാം ക്ലാസ്സിൽ ജയിച്ചത് അങ്ങനെയാ. ഞാനത് ജമന്തിനോട് പറഞ്ഞപ്പോഴത്തേനും അവൾക്ക് വിശ്വാസം ഇല്ല. ഇതൊന്ന് വായിച്ചു നോക്കി. സത്യമല്ലേ ഗ്ലീറ്റോ? ഒന്നുമില്ല, അതിങ്ങനെ കേക്കണം. മേരി ചേച്ചിക്ക് അത് മറ്റേ ഇവിടെ തന്നത്, ഞാൻ പണിക്ക് പോയപ്പോ തന്നത്. മേരി ചേച്ചി എന്താ സംഗതി എന്നറിയാമോ? മേരി ചേച്ചി ഇതേപോലെ 20 പേർക്ക് നോട്ടീസ് അടിച്ച് കൊടുത്തതിന്റെ പിറ്റേ ദിവസം സമ്മാനം കിട്ടിയത് എന്താണെന്നറിയാമോ? ഉണ്ടയ്യോൺ. ആ സാധനം, ആ കാർ സമ്മാനം കിട്ടിയ. പിന്നെ മേരി ചേച്ചിയുടെ മോക്ക് 50,000 രൂപ ചിട്ടി അടിച്ച്.
ഇത് കൊടുത്ത് പിറ്റേ ദിവസം ഇതൊന്നും ഒന്നുമില്ല. ഈ സംഗതി, ഈ പ്രാർത്ഥന, ഇത് നമ്മള് 20 പേർക്ക് ഇതേപോലത്തെ നോട്ടീസ് ആക്കണം. 50 പേർക്ക് കൊടുക്കാം. അത് പാടില്ല, 21 കുഴപ്പാ. 20 പേർക്ക് കൃത്യം കൊടുക്കാൻ പാടില്ല. ദൈവം ഇത്രയും കൃത്യമായ ഒരു കണക്ക് വെച്ചിട്ട് അതിൽ നിന്നൊരു പറഞ്ഞാൽ നമുക്ക് പിന്നെ എന്താ 20 പേർക്ക് ഒരുപാട് പൈസയാവും. 20 പേർക്ക് ചോറും ഇതൊക്കെ ആയതുപോലെ ഒരുപാട് പൈസ ഇത് 1 രൂപ ഒരു കോപ്പി എടുക്കണേ. അത്ര ഉള്ള ഞാൻ തരാം 20 രൂപ. വെറുതെ വായിക്കാതെ മനസ്സിലാക്കി വായിക്കണേ. The cells have wide spaces between them and are ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ. നന്ദി. ഹലോ, അടച്ചു വെച്ചോ, അടച്ചു വെച്ചോ, എന്നിട്ട് പോയി കിടന്ന് ഉറങ്ങിക്കോ. നോട്ടീസൊക്കെ അടിച്ച് വിതരണം ചെയ്തു. നിന്റെ 20 ഇതിനകത്തുണ്ട്. നാളെ തന്നെ കൊടുക്കേണ്ടവർക്ക് കൊടുത്തു തീർത്തോണം കേട്ടോ. ഞാൻ ഇതിന് ഉള്ളിലേക്ക് വെച്ചേക്കാം. ഞാൻ കുറേ നമുക്ക് വേണ്ടപ്പെട്ട കുറേ പേരെയൊക്കെ കണ്ടു, എല്ലാവർക്കും കൊടുത്തു. അതെ തങ്കം, ഇപ്പൊ എനിക്കൊരു കാര്യം വിശ്വാസമായി. കർത്താവ് എല്ലാ കാലവും ഒരുത്തിനായിട്ട് കഷ്ടപ്പെടുത്തൂല, എല്ലാവർക്കും ഒരു നല്ല കാലം വരും എന്നുള്ളത്. ഇന്ന് ഈ നോട്ടീസ് അങ്ങോട്ട് കൊടുത്ത് തീർന്നതും വലിയൊരു ഭാഗ്യം ഉണ്ടായിടി. നമ്മുടെ മറ്റേ രമേശനുണ്ടല്ലോ, ഗൾഫ് രമേശൻ, സുധാരേട്ടൻ്റെ മോൻ രമേശൻ. രമേശൻ, ഞാൻ അങ്ങനെ നോട്ടീസ് കൊടുത്തത് രമേശൻ ബൈക്കിൽ അങ്ങനെ വന്നു. രമേശൻ വിളിച്ചിട്ട്, ക്ലീൻ ചേട്ടാ വാ നമുക്കൊരു ചായയും കടി കഴിക്കാം. ചായ കുടിക്കുന്നത് ഭയങ്കര ഭാഗ്യമാണ്. അയ്യോ പറഞ്ഞ് തീരട്ടെ പൊന്നോ, എടുത്ത് ചാടല്ലേ. ചായ കുടിക്കാനായിട്ട് ഞാനും രമേശനും കൂടെ കടയിൽ ചെന്നപ്പോൾ സാക്ഷാൽ നിൽക്കുന്നു ദൈവം നമ്മുടെ മുന്നിൽ, അൻസാറിന്റെ രൂപത്തിൽ. അവനെ കണ്ടോ? കൂട്ടുകാരനെ പറഞ്ഞോട് അവൻ എന്താ കാണിച്ചത് ക്ലീറ്റോനോട്? അവനെ നോക്കി ചിരിച്ചു കാണിച്ചിട്ട് പോന്നായിരിക്കും. ഭയങ്കര ഭാഗ്യം. അവൻ വെറും പാവം. പറയരുത്, പാവെന്ന് മാത്രം എന്നോട് അവനെ പറ്റി പറയല്ലേ. നീ ബഹളം വെക്കല്ലേ. ദൈവമേ, ആ നോട്ടീസ് അടിച്ച് കൊടുക്കണ്ടായിരുന്നു. അവൻ എന്തെങ്കിലുമൊക്കെ നമുക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ നല്ല ഉദ്ദേശിച്ച് തന്നെ. പിന്നെ അത് ചെയ്തു വരുമ്പോൾ അത് അവതല്ലേ പോകണം, നമ്മുടെ സമയദോഷം. കള്ളനോട്ട് അടിച്ചു കൊടുക്കണം നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ. അത് അവന്റെ ജീവിതത്തിൽ പറ്റിയ ഒരേ ഒരു അബദ്ധമാണ്. പിന്നെ ഞാൻ പറയണത് നീ സമാധാനമായിട്ട് കേൾക്കണം. കർത്താവ് നമുക്കൊരു ഇത് അവസരം കൊണ്ട് തന്നൊക്കെയാണ്. അതിന് നീ ആയിട്ട് ഇങ്ങനെ ഇടം കൊള്ളിടാതെ കേൾക്കുക. അൻസാറ് പുതിയൊരു ചെറിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നമ്മുടെ ഈ ജില്ലയിലുള്ള ചുമതല മുഴുവനും അവനാ. ഈ ബിസിനസിനെ കുറിച്ച് നിനക്ക് എളുപ്പം പറഞ്ഞ് മനസ്സിലാക്കി തരാം. പണ്ടത്തെ നമ്മുടെ ഈ വെയിരാജ ആർക്കും വയ്ക്കുക, എപ്പോഴും വയ്ക്കുക, 5 വെച്ചാൽ 10 കിട്ടും, 10 വെച്ചാൽ 15 കിട്ടും, 15 വെച്ചാൽ 20 കിട്ടും, 25 50 കിട്ടും. ആ കളിയുണ്ടല്ലോ, അതന്നെ അതിൻ്റെ പുതിയ രൂപമാണ്. ഇപ്പോഴത്തെ ഈ ഒരു പുതിയ കാലഘട്ടത്തിലേക്കുള്ള ഒരു സംഭവമാണ്. അതിൻ്റെ ബിസിനസ്സാണ് നമ്മൾ ഇപ്പോൾ ചെയ്യണേ. നമ്മളൊരു 5000 രൂപ അവൻ്റെ കൈ കൊടുത്താൽ അടുത്ത മാസം നമുക്ക് 10000 രൂപ തരും. അവിടെയാണ് കളി. അവൻ കൈ നല്ല തരണത്. ഈ 5000 രൂപ ഇവൻ എവിടെ കൊടുക്കുമെന്ന് അറിയാമോ? വലിയ വലിയ കമ്പനികളുണ്ടല്ലോ, അവരുടെ ഓഹരികളിലേക്ക് ഇവൻ അങ്ങോട്ടും കൊണ്ട് നിക്ഷേപിക്കും നമ്മുടെ പേരിൽ. അതാണ് ഷെയർ മാർക്കറ്റ് എന്ന് പറയും. ഇതിലേക്ക് ഈ പൈസ ഇട്ട് കഴിയുമ്പോഴേക്കും നമ്മളും ആ കമ്പനിയുടെ ഒരു ഭാഗമാണ്. നമ്മളൊക്കെ മുതലാളി തന്നെ വേണമെങ്കിൽ പറയാം ആ കമ്പനിയുടെ. അപ്പോൾ ആ കമ്പനിയിൽ നിന്നുള്ള ലാഭമാണ് നമുക്ക് തരണത്. മനസ്സിലായില്ലേ? കമ്പനിയുടെ ആ ബിസിനസ് നടക്കുന്നതിനുള്ള ലാഭത്തിൻ്റെ ഒരു വിഹിതം നമുക്ക് കിട്ടും. അങ്ങനെ നമ്മൾ ആദ്യത്തെ മാസം 5000 കൊടുക്കുമ്പോൾ 10000 കിട്ടും. അടുത്ത മാസം ഈ 10000 നമ്മൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ 25000 രൂപയായിട്ട് നമുക്ക് കിട്ടും. സത്യം പറഞ്ഞ എനിക്ക് ദൈവത്തിന് ഞാൻ പറഞ്ഞു. ഇപ്പൊ നമ്മൾ ആദ്യം 5000 രൂപ കൊടുത്ത്, അത് കഴിഞ്ഞ് പിന്നെ 10000 രൂപയും കൂടി ഇട്ട്, ഇത് നമുക്ക് തിരിച്ചു കിട്ടിയില്ലെങ്കിലോ? നമുക്ക് തിരിച്ച് കിട്ടുമല്ലോ. നമ്മൾ നോട്ടീസ് അടിച്ച് വിതരണം ചെയ്തേക്കാ. ഈ നോട്ടീസ് നമ്മൾ ആർക്ക് വേണ്ടി അടിച്ചത്? ദൈവത്തിന് വേണ്ടിയാണ് അടിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ദൈവം നമ്മളെ ചതിക്കുവോ? ദൈവം മനുഷ്യനല്ല. പിന്നെ നമ്മൾ ഈ അവസരം നമ്മൾ മുതലെടുത്തില്ലെങ്കിൽ, മുതലാക്കിയില്ലെങ്കിൽ ദൈവം പിന്നെ ചോദിക്കും, കഴുതേ നിനക്ക് പണ്ട് ഞാൻ ഇങ്ങനെ ഒരു അവസരം തന്നു, അന്ന് നീ അഹങ്കരിച്ചു, നീ അന്ന് എന്നെ പുച്ഛിച്ച് തള്ളി എന്ന് പറയും. പിന്നെ നമുക്കിനി അവസരം ദൈവം തന്നില്ല എന്ന് വയ്ക്കും. ഇതിപ്പോൾ എന്തായാലും ദൈവം നമുക്കായിട്ട് കൊണ്ടുവന്നു. ഇത് വളരെ കൃത്യമായിട്ട് എല്ലാം നടക്കും. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇങ്ങനെ ഒരു ഇതിപ്പോ വരില്ല. അത് തന്നെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക്. പക്ഷേ 5000 രൂപ ഉണ്ടാക്കും. അത് നീ ഒപ്പിക്കണം. കാരണം ഞാൻ പറഞ്ഞില്ലേ
എൻ്റെ പൈസ ചിലപ്പോൾ വരുമായിരിക്കും, ഇതിനിടയ്ക്ക് വരുമായിരിക്കും, വരാനുള്ളത് എന്തായാലും ഈ നല്ല സമയത്തിലേക്ക് വരുമ്പോൾ അത് വരും. നീ 5 ഒപ്പിക്കടി, ഈ 5 ഒപ്പിച്ചാൽ നമുക്ക് 10 കിട്ടും. ഈ 10 കൂടെ കൊണ്ട് നമ്മൾ അടുത്ത മാറിക്കുമ്പോൾ നമുക്ക് 25 കിട്ടുമ്പോൾ നമുക്ക് ഈ കടവും കൊടുത്തൂടെ, കിട്ടൂടെ? പിന്നെന്താ പ്രശ്നം? ഒന്നുമില്ല, നീ എല്ലാം നമ്മളെ വഴിക്ക് തന്നെ വരും. പക്ഷെ ഒരു കാരണവശാല് കനകൻ അറിയണ്ട. അയ്യോ, ഇത് ആര് പറയുന്ന? ഞാനായിട്ട് ഇതൊന്നും പറയാൻ പോകില്ല. നിന്റെ വായിന്ന് വീഴാതിരുന്നാ മതി. എന്റെ വായിന്ന് വീഴില്ല, അവൻ തുടക്കത്തിലെ മനസ്സ് മടുപ്പിക്കും. ഹലോ, അപ്പോൾ ഇവിടെ ഒന്നും കേട്ടിട്ടില്ല കേട്ടോ. ആ ആ ഒന്നുമില്ല. നീ പോയി കിടന്ന് ഉറങ്ങിക്കോ. ചെയ്യാല്ലേന്നാ, ചെയ്ത് കഴിഞ്ഞു. അറിയല്ലോ, ഇരിക്കട്ടെ ബാക്കി വിട്ടോ. ഞങ്ങളൊരു ഷോപ്പിങ്ങിന് പോയതാ ടൗണിലാ. മോളെ, ആ ചോക്ലേറ്റ് ഇല്ലേ, ചോക്ലേറ്റ് എടുത്ത് ജമന്തി അതിൽ കൂടെ. നല്ല വിശേഷങ്ങളൊക്കെ ഉണ്ട് ജമന്തി. പൊട്ടിച്ച് കഴിക്ക്. ചോക്ലേറ്റ് അത് നമുക്ക് വീട്ടിൽ പോയിട്ട് കഴിക്കാമേ. മധുരം നുണയും വെച്ചോടി. അതാദ്യം കഴിക്ക്. ഞങ്ങളുടെ ജീവിതത്തില് കുറച്ച് നല്ല സംഭവങ്ങളൊക്കെ ഇങ്ങനെ വരാൻ പോണുന്നല്ല, വന്നു തുടങ്ങിയെന്നല്ല പറയാം. അതായത് ഞങ്ങളെ ഒരു ബിസിനസ്സിൽ ചേർന്നല്ലോ. ഏത് പറഞ്ഞില്ലേ ഓടി നീ? അപ്പൊ ആ ബിസിനസിന്റെ ഫസ്റ്റ് ഇൻകം ഞങ്ങൾക്ക് വന്നു. അപ്പോൾ ആ പൈസ എടുത്തിട്ട് ഞങ്ങൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ലാവിഷായി, എന്താ പറയുക, ഷോപ്പിങ്, പിന്നെ ഫുഡിങ്, ഒരു കറക്കം, ഒരു സിനിമ, അങ്ങനെയൊക്കെ പോയിട്ട് അങ്ങനെ വരണ വഴിയാ. നിന്റെ കെട്ടിയിട്ടില്ലേ ഇവിടെ? എവിടെ? പുറത്തേക്ക് പോയി. പുറത്ത് പോയോ? അത് ശരി. എൻ്റെ കണ്ണിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ജമന്തി? കാഴ്ചക്ക് ഇതാരാ? എന്താ ഇതാരാ? ക്ലീറ്റോ ചേട്ടൻ. ഇതാരാ? ജമന്തി. അതല്ല, ഇതാരാന്ന്? വെറുതെ കളിയാക്കല്ലേ നാത്തൂൻ. അതും കാണാം. ഇതോ? പൊക്കോടുന്നു. എന്താ? ഓ, അപ്പൊ നിനക്ക് അതൊക്കെ കാണാല്ലേ? പിന്നെ കണ്ടുകൂടെ? എനിക്ക് എന്താ കാണുന്നു? ഒരുത്ത കുറെ നേരമായിട്ട് ഓരോ സംഭവം കാണിച്ചിട്ട് നിനക്ക് അത് കാണാൻ വയ്യ? എത്ര നേരമായിട്ട് ഞാൻ കാണിക്കണം, അത് കണ്ടില്ല? എന്തുവാ? അയ്യോ എന്റെ ഇത് കണ്ട? ഇത് എന്റെ കണ്ടി കുടുങ്ങുന്നുണ്ടല്ലോ. പിന്നെ അയ്യോ, നീ നമ്മളെടുത്ത് കാണിക്കല്ലേ? അല്ല, ഞാൻ ശ്രദ്ധിച്ചില്ല. എന്തെന്നറിയോ, ക്ലീറ്റോ ചേട്ടൻ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചില്ല. ഇതൊക്കെ ഒരു തുടക്കം മാത്രമാണ്. സ്വർണ്ണാണോ ഇത്? തനി തങ്കം. ഇതെന്താന്നറിയാമോ, ഞങ്ങൾ ചേർന്ന ആ ബിസിനസ്സിൽ ഞാൻ 5 പേരെ ചേർത്തു. 5 പേരെ ചേർത്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു കമ്മീഷൻ എനിക്ക് കിട്ടിയതാണ് ഈ ബ്രേസ്ലെറ്റ് ഗിഫ്റ്റായിട്ട് അവർ തന്നതാണ്. ഇനി ഈ 5 എന്നുള്ളത് ഞാൻ എൻ്റെ സൈഡിലൊരു 0 കൂടെ വരുമ്പോൾ 50 പേരായി കഴിയുമ്പോഴേക്കും നമ്മുടെ ഈ വീട്ടിൻ്റെ ഫ്രണ്ടിൽ ഒരു നീളം കാറ് വന്ന് കിടക്കും. ആ കാറ് എൻ്റെ ഫ്രണ്ടിൽ വന്ന് കിടക്കും. പക്ഷെ എനിക്ക് തോന്നുന്നത് തങ്കം, ആ കാറ് വരുമ്പോഴേക്കും നമ്മൾ ഫ്ലാറ്റിലേക്ക് മാറുമായിരിക്കും. ഒരു 17 നിലയുള്ള ഒരു ഫ്ലാറ്റ് ഞങ്ങൾ നോക്കി. അപ്പോൾ അതിൻ്റെ 17ാമത്തെ നിലയിൽ നിന്ന് കഴിഞ്ഞാൽ റിവർ വ്യൂ ഉണ്ട്, എയർപോർട്ടിൽ നിന്ന് പ്ലെയിൻ പൊങ്ങിപ്പോണത് കാണാം, കടൽ കാണാം, കുന്ന് കാണാം, എല്ലാം. ഇടയ്ക്ക് വാ അങ്ങോട്ട്. നല്ല തണുപ്പ്, AC ഉണ്ട് കേട്ടോ. എങ്ങനെ ഇവിടെ ചൂടത്ത് നമ്മൾ കിടക്കും? എനിക്ക് ഇവിടെ തന്നെ പറ്റുന്നില്ല കേട്ടോ, സത്യം. പറഞ്ഞിട്ട് കാര്യമില്ല. ആ മോളെ, വേറൊന്നും വിചാരിക്കരുത്. ഞങ്ങൾ ഷോപ്പ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നിനക്കൊരു ചുരിദാർ എടുക്കണമെന്ന് വിചാരിച്ചു, പക്ഷെ നിൻ്റെ അളവറിയില്ല. അതുകൊണ്ടാണ് നെക്സ്റ്റ് ടൈം ഞങ്ങൾ എടുത്ത് അടുത്ത പ്രോഫിറ്റ് ഞങ്ങൾക്ക് ഇപ്പോൾ വരുവാണെന്ന് അപ്പോഴേക്കും എടുത്തു തരും കേട്ടോ. കേട്ടെ? ആ മധുരം തീർത്തില്ലല്ലോ, കുറച്ച് അവനോട് കൊടുക്കണം, നിന്റെ കെട്ടിയവന് കൊടുത്തരാം. മധുരം സന്തോഷിക്കട്ടെ. കമാണ്ടി ഇത് നമ്മുടെ എന്താണ് അപ്പുറത്തെ കോടീശ്വരൻ അവസ്ഥ എന്താണ് ഇപ്പൊ? അവർക്കെന്തോ, അവർക്കൊരു കുഴപ്പമില്ല.
കച്ചവടമൊക്കെ നടക്കണുണ്ടോ അവിടെ പരിപാടികളൊക്കെ? ഏട്ടൻ എന്തിനാ ഏട്ടൻ അവരുടെ കാര്യം അന്വേഷിക്കുന്നത്? അവരെങ്ങനെയെങ്കിലും ഒക്കെ ജീവിച്ച് പോട്ടെന്നേ. നീ എല്ലാ ബട്ടണും ഇടാൻ നിൽക്കണ്ട. എല്ലാ ബട്ടണും ഇടുന്നില്ല, അതെ താഴെ മേളത്തെയും താഴത്തെയും മാത്രം ഇടും. എന്നിട്ട് പൈസ ഒക്കെ വരുന്നുണ്ടോ അവർക്ക് അവിടെ പുറത്ത്? പൈസയൊക്കെ വരുന്നുണ്ടാവുമായിരിക്കും. ഏട്ടൻ എന്തിനാണ് അതൊക്കെ അന്വേഷിക്കുന്നത്? എടീ പൈസ ഉണ്ടാക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ പറഞ്ഞ കണക്ക് ഓരോ ഏടാകൂടണം ചാടിയിട്ട് അവസാനം ഞാൻ തന്നെ എൻ്റെ പിറകെ പോകേണ്ടി വരുന്ന അവസ്ഥയിലാണ് എനിക്ക് പേടി. ഇപ്പൊ ഏട്ടന്റെ കയ്യിൽ അവർ കൈ നീട്ടാൻ വരുന്നില്ലല്ലോ. 2 ദിവസമായിട്ട് വരുന്നില്ല. ഇനി എന്താണ് സംഭവിക്കുന്നത് ദൈവത്തിനറിയാം. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ പോയി ചാടിയിട്ട് അവസാനം ശരിയായോ? ശരി. അയ്യോ ഒരു കാര്യമുണ്ട്, ഇപ്പോരാവേ പോരാ. നിന്നെ ചേരാൻ വിളിച്ചില്ലേടി അവര്? എന്നെ ചേർക്കാൻ സമ്മതിക്കത്തില്ലല്ലോ. ഏട്ടാ കണ്ണടച്ചേ. ഓ ഈ കണ്ണടക്കല് മാത്രം അറിയുള്ളൂ, അതല്ല ഇങ്ങനെയല്ല. മറ്റേ പുരിയും പോകുന്ന കൂടുതൽ അഭ്യാസം. 2 കണ്ണടച്ച്. ഒരു കാര്യമുണ്ട്, അടക്കി. വേണ്ട അടച്ചാ മതി. അടക്കി. നിങ്ങക്ക് കണ്ണടക്കാൻ പറ്റുമോ? അടക്കി. ഞാൻ പറയാതെ ഇനി കണ്ണു തുറക്കരുത് കേട്ടാ. ഇനി കണ്ണു തുറന്നോ? തുറക്ക്. അങ്ങോട്ടല്ല ഇങ്ങോട്ട്. നോക്ക് സാധനം. നോക്ക് തുറന്നു നോക്ക്. നോക്കേട്ടാ, ഇത് തുറന്നു നോക്കിയാലല്ലേ അറിയാൻ പറ്റുള്ളൂ അതിന്റെ അകത്ത് എന്താന്ന്. നോക്ക്. എന്തായാലും ബോംബൊന്നുമല്ല, തുറന്നു നോക്കൂ. തുറന്നു നോക്കൂ. നല്ല പൊട്ടത്തായിരിക്കും. എങ്ങനെയുണ്ട്? കൊള്ളാലോ. വിലക്ക് എത്ര നോക്ക്. അപ്പുറത്തെ വീട്ടിലെ ചേട്ടന്. ഇത് ആർക്കായിരിക്കും മേടിക്കുന്നത്? അല്ല നീ ഇതുവരെ എനിക്ക് മേടിച്ചു തന്നിട്ടില്ല. അതാണ്, ഇതുവരെ ഞാൻ മേടിച്ചു തന്നിട്ടില്ല. പക്ഷെ ഇനിയൊക്കെ മേടിക്കും. പൈസ അണ്ണാ കുഞ്ഞിനും തന്നാലായത്. ഞാനേ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ഏട്ടൻ തന്നിലൊക്കെ ഒന്ന് നോക്ക്. അതെടുത്തിട്ട് എങ്ങനെയാണ്? കൊള്ളാടി, നല്ല രസമുണ്ട്. നല്ല കളർ. എനിക്ക് ഇതിലാണ് ഈ ഷർട്ട് ഇതിന്റെ കളർ അല്ലേ? കൊള്ളാം. ഇട്ടാ നന്നായിട്ട് ചേരും, അതുകൊണ്ടാ ഞാൻ ഈ കളർ എടുത്തത്. ശരി, അപ്പൊ വലിയ സന്തോഷം. ഇനി നിനക്ക് ഇതുപോലെ ഷർട്ടിൽ എടുത്ത് തരാൻ പറ്റട്ടെ. ഞാൻ എടുത്തു തരും. ഇനി കാക്ക മലന്ന് പറക്കും. ഞാൻ ഇനിയൊക്കെ മലന്നൊക്കെ പറക്കും. ഞങ്ങളുടെ കാക്ക മലന്ന് പറക്കാൻ പോവാണ്. കരയുന്ന ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് കേട്ട ഉടനെ നോട്ടീസും അടിക്കാണ്. സാധാരണ അവനാണ് കുഴപ്പം ഉണ്ടാക്കി വെക്കുന്നത്. ഇപ്പൊ നീ തുടങ്ങിയല്ലേ? ബാക്കി എവിടെയെങ്കിലും കിട്ടുന്ന വെച്ചിട്ട് ആരെങ്കിലും പറഞ്ഞ ചാടി ബാക്കി പരീക്ഷണം നടക്കും. അത് ഉടനെ അടുത്ത ആള് പൈസ ഇരട്ടിപ്പ്. അല്ലെ ജോലി ചെയ്യാതെ കിട്ടുന്ന പൈസ ആപത്തിലേക്ക് നയിക്കും. അത് മനസ്സിലായിക്കൂടെ? പത്രം വായിക്കൂലേ നീ? നാട്ടിൽ ഇറങ്ങി നടക്കൂലേ? അപ്പൊ ഓരോ വാർത്തകൾ ഓരോരുത്തർ പറഞ്ഞ് കേട്ടു ഞങ്ങക്ക്. പണിയെടുത്ത് തിന്നാന്ന് പറഞ്ഞ ഇവൻ അറിയില്ലോ. എത്ര കണ്ടാലും എത്ര കേട്ടാലും മലയാളികൾ പഠിക്കൂലെന്നുള്ളതാണ്. എവിടെയെങ്കിലും ഒരു 10 രൂപ കൂടുതലിട്ടേ ഉടനെ അവിടെ കൊണ്ട് കൊടുക്കുക. എന്റെ മാല എന്തേടി? എടി നിന്റെ മാല എന്ത് ചെയ്യുന്നു? ആകെ ഒരു പൊടിയുണ്ടായിരുന്നു, അതും തീർന്നു. എല്ലാം കൊണ്ട് തൊലച്ചല്ലേ നീ. ഇത് എത്ര വന്നാലും പഠിക്കൂലെന്നുള്ളതാണ്. 1 അല്ല 2 അല്ല 3 അല്ല 10 അല്ല. പ്രാതി പോണല്ലേ നീ? 12 അല്ല മേളിൽ പോയിട്ട് കാറ്റ് കൊള്ളാൻ റിവർ വ്യൂ അവള് പറഞ്ഞു. എന്റെ ബ്രേസ്ലെറ്റ് എന്ത് ചെയ്ത് തിരിച്ചു മേടിച്ചല്ലേ? അളിയാതെ അങ്ങനെയാണ്. അവരാദ്യം ചെറുത് തരും,
അപ്പൊ നമ്മൾ കൂടുതൽ കൊടുക്കും, അപ്പൊ അവർ അതിന്റെ കൂടുതൽ തരും, എന്നിട്ട് മൊത്തത്തെ അങ്ങ് പിടിച്ചു മേടിക്കും. ഇത് എത്ര കാലം കൊണ്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന തട്ടിപ്പുകളാണിത്. നിങ്ങൾ എൻ്റെ അടുത്ത് ഒന്ന് ചോദിച്ചൂടെ? നിങ്ങൾക്ക് ഞാൻ വലിയ വലിയ ആളൊന്നും അല്ല, പക്ഷെ എനിക്ക് ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാം. എടുത്തു ചാടരുത് 100 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എന്ത് കൂടെ ചാടണ്ടേ? നോട്ടീസൊക്കെ അടിച്ചിറക്ക്, എന്നിരിക്കുന്ന ഉള്ള പൈസ കൊടുത്തിട്ട്. നീ എന്തിനാ കരയുന്നെ? നീ ചിരിക്കല്ലേ വേണ്ടത്? അതുകൊണ്ട് അയൽവക്കക്കാര് മുടിച്ചിരിക്കല്ലേ നാത്തൂനും അളിയനൊക്കെ? അതല്ലേട്ടാ, ഇവരൊക്കെ ചേർന്ന് പൈസ ഉണ്ടാക്കിയപ്പോഴേ ഞാനും അതിന് ചേർന്നേട്ടാ. പൈസ ഞാനെന്റെ വള ഒരു പണയം വെച്ച് കെട്ടുതാലി പണയം വെച്ചിട്ട് പണം ഉണ്ടാക്കാൻ നടക്കുന്നത്, പണം ഇരട്ടിപ്പിക്കാൻ നടക്കുന്നു. നിങ്ങളും ചാടി അവനെ ചാടിച്ച്. ഓട്ട് പിന്നെ അടിക്കുന്ന സീരിയൽ അറിയാം. എന്ത് ചെയ്യണോളിയാ? തലക്കിമ്മീനെ കണാക്കി വെച്ചില്ലേ? ഇതെല്ലാം ഞാൻ അങ്ങനെ വീട്ടിൽ തീർക്കനി. പിന്നെ ഓണം പോയത് പോട്ടെ, ഇനി അവളെ തച്ചിട്ട് ഞാനാണ്. തച്ചിട്ട് ഒരു കാര്യമെന്ന് എനിക്കറിയാം, തച്ചത് ശരിയായില്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഇനി ഇത് ചെയ്യരുത്, അതിനാണ് ഈ അടി. ഇനി മേലിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ എടുത്ത് ചാടരുത്, മനസ്സിലായ? എത്ര പ്രാവശ്യം പറഞ്ഞല്ലേ? ഒരു തരത്തിൽ കേൾക്കില്ല. എത്ര കിട്ടിയാലും പഠിക്കില്ല. Alien versus Alien.